ഹായ് ഫ്രണ്ട്സ്, ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം താൽക്കാലികമായിട്ടെങ്കിലും നിലവിൽ വരികയാണ്. താൽക്കാലികമായിട്ടെങ്കിലും ഏതാണെങ്കിലും ഈ യുദ്ധം വലിയ പാഠങ്ങൾ നൽകി ഇസ്രായേലിനും ഇറാനും ഒരേപോലെ തന്നെ. ഇസ്രായേലിനാണ് ഏറ്റവും വലിയ നാണംകെട്ട പരാജയം ഉണ്ടായത്. കാരണം കുറെ കാലമായി അടുത്തുള്ള എല്ലാ രാജ്യങ്ങളെയും ചെറിയ ചെറിയ രാജ്യങ്ങളെയും ഒക്കെ ആക്രമിച്ച് ഒരു ലോക പോലീസിന്റെ അസിസ്റ്റന്റായി കഴിയുകയായിരുന്നു. ലോക പോലീസ് അമേരിക്കയുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഇസ്രായേൽ. പാവം ജനങ്ങൾ പാലസ്തീനികളെ എപ്പോഴും കൊന്നു തീർക്കുക എന്നുള്ളത് അവരുടെ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ്. ഗാസയിലെ ഹമാസിന്റെ ഒട്ടുമുക്കാൽ നേതാക്കന്മാർ കൊല്ലപ്പെട്ടു. എങ്കിലും അവർ കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. നിരായുധരാണവർ, ദാരിദ്ര്യത്തിലാണവർ, പട്ടിണിയിലാണ്. അടുത്ത ദിവസം റിപ്പോർട്ട് വന്നിരുന്നു, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് 2800 രൂപ. ഓരോ സാധനങ്ങളും, കുടിവെള്ളം പോലുമില്ല അവിടെയൊന്നും. ഭക്ഷണത്തിനായി നീണ്ട ക്യൂ കാണാം അവിടെയൊക്കെ. ആ നീണ്ട ക്യൂ നിൽക്കുന്ന നിരായുധരായ സാധാരണക്കാരുടെ മധ്യത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ബോംബ് വർഷിക്കുന്നു. എന്ത് ക്രൂരമാണെന്ന് നോക്കണം. ശരിയാണ്, ഇസ്രായേലിലെ നിരപരാധികൾ തട്ടിക്കൊണ്ടുപോകുന്നു. തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് പലസ്തീനിലുള്ള എല്ലാ ജനങ്ങളെയും കൊല്ലാൻ പറ്റുമോ? മനുഷ്യാവകാശങ്ങളില്ലേ? അവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്നാണ് ഇപ്പൊ ഇസ്രായേല്. ചെകുത്താന മക്കളെ ഇപ്പൊ അവര് വളരെ ക്രൂരമായിട്ട് അവർ പെരുമാറുന്നത്. ഓടുന്നവരെ ഓടിച്ചിട്ട് തള്ളുക, കൊന്നു തീർക്കുകയാണ് പലസ്തീൻ ജനതയെ മൊത്തം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പാലസ്തീൻകാരുടെ ഈ കളി നടക്കുകയുള്ളൂ. ഇറാനെ ആക്രമിച്ചു, അങ്ങോട്ട് ആക്രമിച്ചു, കിട്ടിയ വയറു നിറയെ. ഇസ്രായേലിന്റെ പല നഗരങ്ങളും തകർന്നിടിഞ്ഞു, ആൾക്കാർ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. അവർ പാഠം പഠിച്ചു. അവസാനം അമേരിക്ക വേണ്ടി വന്നു. അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു. അന്തർദേശീയ നിയമങ്ങൾക്ക് വിരുദ്ധമാണത്. ഒന്നാമതായി തന്നെ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസിന് എന്ത് അവകാശം അങ്ങനെ ചെയ്യാൻ? ഒരവകാശവുമില്ല. അവർ പറയുമ്പോൾ എല്ലാം ജനാധിപത്യമാണ്, പക്ഷെ അവർ കാണിക്കുന്നത് സ്വേച്ഛാധിപത്യമാണ്. മറ്റൊരു ഹിറ്റ്ലറായി മാറുകയാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനും ഇസ്രായേലും ഏറ്റുമുട്ടുന്നു. അമേരിക്ക എന്ത് കാര്യം? പക്ഷെ അവരെ പ്രതിരോധിക്കേണ്ടിയിരുന്നത് റഷ്യയാണ്. പക്ഷേ റഷ്യ സ്വന്തം കാര്യം നിന്നിട്ടല്ലേ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധം തുടരുന്നിടത്തോളം കാലം റഷ്യക്ക് ഒരു കാര്യത്തിലും ഇടപെടാനാവുകയില്ല, അതിനുള്ള ശക്തിയുമില്ല. ശ്രീമാൻ പുടിന്റെ ജീവൻ അപകടത്തിലാണ്. റഷ്യക്കാര് തന്നെ, സൈന്യം തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തേക്കാം. ഏതാണെങ്കിലും ഈ യുദ്ധം എല്ലാവർക്കും ഒരു പാഠമാണ്, അമേരിക്കയ്ക്ക് പോലും. കാരണം അമേരിക്കയുടെ സൈനിക താവളം പോലും ആക്രമിക്കപ്പെട്ടു. ഇറാൻ ഒരു ചെറിയ മത്സ്യമല്ല എന്ന് ഇസ്രയേലും അതിലുപരി അമേരിക്കയും മനസ്സിലാക്കി. അവർക്ക് യുദ്ധം ഒന്നും ഒരു പുതുമയല്ല. ഇറാൻ ഇറാഖ് യുദ്ധം 10 വർഷത്തിലേറെ നീണ്ടു നിന്നു. എന്നിട്ടും ഇറാൻ പിടിച്ചു നിന്നു. അപ്പോൾ യുദ്ധം ചെയ്ത് പരിചയമുള്ളവരാണ് അവർ. പരാജയം അവർക്ക് പുത്തിരിയുമല്ല. അതുകൊണ്ട് ഇറാനോട് കളിച്ചാൽ ആ കളി പഠിക്കേണ്ടി വരുമെന്ന് ഇസ്രായേൽ പഠിച്ചു. എന്നിട്ട് ഇറാൻ വിജയിച്ചോ? ഇല്ല. ഇറാൻ അറിയാം, അമേരിക്ക എന്ന വൻശക്തിയെ തോൽപ്പിക്കാൻ തങ്ങൾക്കാവുകയില്ല. എങ്കിലും തങ്ങളുടെ ആ ലക്ഷ്യമായ ന്യൂക്ലിയർ ആയുധം എന്ന് പറയുന്നത് നേടുക തന്നെ ചെയ്യണം, എന്ത് വില കൊടുത്തും. അതാണ് അവരുടെ ലക്ഷ്യം. വലിയ വലിയ ആയുധമുണ്ട് എന്ന് പറഞ്ഞ് ഇറാഖിൽ അന്വേഷിച്ചെന്നതാണ് അമേരിക്ക. ഇറാഖിനെ തരിപ്പണമാക്കി, ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം. അത്തരമൊരു നാടകം ഇറാനോട് നടക്കുകയില്ല. കാരണം ഇറാൻ ശക്തമായ സൈനിക ശക്തി തന്നെയാണ്. ഏതാണെങ്കിലും നമുക്ക് ആശ്വസിക്കാം, യുദ്ധം തുടരാതിരിക്കുന്നതാണ് എല്ലാ പേർക്കും, എല്ലാ രാഷ്ട്രങ്ങൾക്കും, പ്രത്യേകിച്ചും ഏഷ്യൻ രാഷ്ട്രങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഈ സമാധാനം നീണ്ടു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു.